വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേ. ബിസിനസ് പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടത്താം. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാന രീതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഓണഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ വൺ പേഴ്സൺ. ഒരാളാണ് ഓൺ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണ് ഉടമ, അല്ലെങ്കിൽ ഒരാളാണ് മാനേജർ, അല്ലെങ്കിൽ ഒരാളാണ് ആ സ്ഥാപനം മൊത്തം കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വിളിക്കുക. ഈസി ടു ഫോം ആൻഡ് ഡിസോൾവ്. ഒരു കട തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ അത് പൂട്ടണമെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് അവിടെ അർത്ഥം. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കടം വരികയാണെങ്കിൽ നമ്മളുടെ വീടും പ്രമാണമൊക്കെ വിറ്റിട്ട് ആ കടം നികത്തേണ്ട സാഹചര്യം വരുന്നുണ്ട്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്. ചെറുകിട കച്ചവടക്കാർക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ. ഇനി രണ്ടാമത്തെ പാർട്ട്ണർഷിപ്പ്. ഓണഡ് ആൻഡ് മാനേജ്ഡ് ബൈ 2 or more പേഴ്സൺ അണ്ടർ ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിനുള്ളിൽ 2 അതിലധികമോ ആൾക്കാർ ഓൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമയാവുക, അല്ലെങ്കിൽ അത് കമ്പനി മാനേജ് ചെയ്യുക, അങ്ങനെയൊക്കെയാണെങ്കിൽ അതാണ് പാർട്ട്ണർഷിപ്പ്. ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അവർ ലാഭവും നഷ്ടമൊക്കെ ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. വീടും പ്രമാണവും ഒന്നും വിറ്റിട്ട് കടം നികത്തേണ്ട ആവശ്യം വരില്ല, പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി എന്തായാലും നഷ്ടത്തിലാവും. അല്ലാണ്ട് പുറമെ നമ്മളുടെ വീടും പ്രമാണവും ഒക്കെ വിറ്റിട്ട് ആ കടം നികത്തേണ്ട ആവശ്യം വരില്ല. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മോർ ക്യാപിറ്റൽ ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ്. കൂടുതൽ പണം കിട്ടുകയും ചെയ്യും, പിന്നെ ബെറ്റർ മാനേജ്മെൻ്റ് ആയിരിക്കും. കാരണം കുറേ ഷെയർസ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ പണം കിട്ടും, കൂടുതൽ ക്യാപിറ്റൽ കിട്ടും. ഇനി മൂന്നാമത്തെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ ഉടമ, അല്ലെങ്കിൽ എല്ലാതും മാനേജ് ചെയ്യുന്നത് ഹിന്ദു കുടുംബത്തിലത്തെ ആൾക്കാരാണ്. ബേസ്ഡ് ഓൺ റിലേഷൻ, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ. ഇവിടെ ബന്ധം അല്ലെങ്കിൽ വിശ്വാസം അങ്ങനത്തെ അടിസ്ഥാനത്തിലാണ് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് വരുന്നത്. നോ എഗ്രിമെൻറ്റ് ഈസ് നെസസറി. എഗ്രിമെൻറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നഷ്ടം വരികയാണെങ്കിൽ നമ്മളുടെ വീടും സ്ഥലമൊക്കെ വിൽക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി ഇതിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഒരാൾക്ക് മാത്രമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ഒരു തലമൂത്ത ആളുണ്ടാവുമല്ലോ, അവരുടെ പേരിൽ മാത്രമാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കേട്ടോ. ബാക്കിയുള്ളവരുടെ പേരിലൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ അവിടുത്തെ മെയിൻ ആളിനെ വിളിക്കുന്ന നെയിമാണ് കർത്ത. ഇനി നാലാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫോർമഡ് വോളണ്ടറിലി ബൈ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. പരസ്പര നേട്ടത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ സ്വമേധയാ ഉണ്ടാക്കുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ ഡെമോഗ്രാഫിക് മാനേജ്മെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്ക് ഒരു വോട്ട്, അങ്ങനത്തെ ഡെമോഗ്രാഫിക് മാനേജ്മെൻ്റ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ബാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ പ്രൊമോട്ട്സ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അതിലുള്ള മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ഫോർമഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റിയോടെ ഫോം ചെയ്യുന്ന കമ്പനികളെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു ഷെയർസ്. അവരവരുടെ ഷെയർസിനനുസരിച്ചാണ് എന്ത് ഡിവൈഡ് ചെയ്യുക? ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യുക. പിന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി. സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ബിസിനസ്. ലാർജ് സ്കെയിൽ ബിസിനസ്സിനാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക. ഇനി ആറാമത്തെ പബ്ലിക് എൻ്റർപ്രൈസ്. ഓണഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഇത് ഉടമസ്ഥയും പിന്നെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഗവൺമെൻറ്റാണ്. ഒബ്ജക്റ്റീവ്സ് ആർ സോഷ്യൽ വെൽഫെയർ ആൻഡ് പബ്ലിക് സർവീസ് അലോങ് വിത്ത് പ്രോഫിറ്റ്. പ്രോഫിറ്റിനോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയറും പബ്ലിക് സർവീസും ഒക്കെ ഇവരുടെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ്. എക്സാമ്പിൾസ്: ലിമിറ്റഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഈ എക്സാമ്പിളൊക്കെ ലിമിറ്റഡ് കമ്പനീസും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ ഒരു എക്സാമ്പിൾസാണ്.
ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും ആണ്. അപ്പോൾ ഫസ്റ്റ് മെറിറ്റ്സിലേക്ക് കടക്കാം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ സാധിക്കും. നോ നീഡ് ഓഫ് കൺസൾട്ടിങ് എനാബിളിങ് പ്രോംപ്റ്റ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ ഡിസിഷൻ വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക ആവശ്യമില്ല. കർത്തയ്ക്ക് എന്താണോ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം നേരിട്ട് പോയി എടുക്കാവുന്നതാണ്. ഒരാളോട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി കോൺഫിഡൻഷ്യാലിറ്റി, ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് പ്രോഫിറ്റ് റിമെയിൻ പ്രൈവറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ലാഭമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പുറത്തു നിന്നുള്ള വേറെ ആരും അറിയില്ല, ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. ലാഭമോ നഷ്ടമോ ഇപ്പോൾ എന്തായിക്കോട്ടെ അതൊന്നും വേറെ മൂന്നാമത്തെ ഒരാൾ അറിയില്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സ്ഥാപനം അറിയില്ല, ഒക്കെ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഇനി ഡയറക്റ്റ് ഇൻസെൻറ്റീവ്സ്, ഓണേഴ്സ് കീപ്പ് ഓൾ പ്രോഫിറ്റ് മോട്ടിവേറ്റിംഗ് ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സാണ് പ്രോഫിറ്റ്സൊക്കെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് അവർ സ്വയം മോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേറ്റ് ഉണ്ടാവുമല്ലോ, ആ മോട്ടിവേറ്റ് വഴി അവരെന്ത് ചെയ്യും, വീണ്ടും ഈ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. എല്ലാം ആരാ കീപ്പ് ചെയ്യുന്നത്? ഈ പ്രോഫിറ്റ്സൊക്കെ കീപ്പ് ചെയ്യുന്നത് ഓണേഴ്സാണ്. ഇനി സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ്, പേഴ്സണൽ ആൻഡ് കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടാണല്ലോ ഇവർ ഇത് തുടങ്ങുന്നത്, അത് കാരണം സ്വയം പര്യാപ്തരാകും, സ്വയം സംതൃപ്തി അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാകും. ഇനി ഈസ് ഓഫ് സെറ്റപ്പ്, മിനിമൽ റെഗുലേഷൻസ് മേക്ക് സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിങ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാനും പൂട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, കമ്പാരിറ്റീവ്ലി ലീഗൽ ഫോർമാലിറ്റീസൊക്കെ ഭയങ്കര കുറവാണ്. അത് കാരണം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തുടങ്ങാനോ അല്ലെങ്കിൽ പൂട്ടാനോ ഒക്കെ ഈസിയാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ലിമിറ്റഡ് റിസോഴ്സസ്, ക്യാപിറ്റൽ റിലീസ് ഓൺ അൻസെസ്ട്രൽ പ്രോപ്പർട്ടി റെസ്ട്രിക്റ്റിംഗ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിനായിട്ട് പൂർവിക സ്വത്ത് മാത്രം ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താവും, വളർച്ച കുറവായിരിക്കും. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത ബിയർ ഫുൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന ആരാണ്? കർത്തയാണ്. അപ്പോൾ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ കർത്തയുടെ മുഴുവൻ സ്വത്തും വിറ്റിട്ട് അത് നികത്താൻ വേണ്ടിയിട്ട് ആര് റെഡി ആവണം? കർത്ത റെഡി ആവണം. അല്ലെങ്കിൽ കർത്തയ്ക്കായിരിക്കും ഫുൾ റിസ്ക്. അപ്പോൾ കർത്ത വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സ്വന്തം സ്വത്തൊക്കെ വിറ്റിട്ട് ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ഒരു ലയബിലിറ്റി ക്ലോസ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും കർത്തയ്ക്കാണ്. ഇനി കർത്ത ഡോമിനിയൻസ് മേ ലീഡ് ടു ഡിസ്പ്യൂട്ട് വിത്തിൻ ദ ഫാമിലി. എല്ലാ തീരുമാനവും കർത്തയാണല്ലോ എടുക്കാറ്. അപ്പോൾ അത് പല വഴക്കിനും കാരണമാവും, കുടുംബത്തിനുള്ളിലുള്ള പല വഴക്കിനും അത് കാരണമാവും എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റ്, ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ, കർത്താസ് ഡിസിഷൻ മേ നോട്ട് ആൾവേസ് ബി എഫക്റ്റീവ് ഇമ്പാക്റ്റിംഗ് ബിസിനസ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്തയുടെ തീരുമാനം എപ്പോഴും ശരിയാവണം എന്നില്ല, അങ്ങനെ ശരിയല്ലെങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.